നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അടിമുടി മാറാൻ ഒരുങ്ങുകയാണ്. പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് അപ്പുറം തീരുമാനങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ജെൻസി വോട്ടർമാരെ പാളയത്തിലെത്തിക്കാൻ മുന്നണികൾക്കിടയിൽ പോരാട്ടം മുറുകിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജെൻസി വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള പ്രത്യേക പ്രവർത്തനങ്ങളുമായി മുന്നണികൾ സജീവമായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിന് ഇത്തവണ ജെൻസി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി നൽകുമെന്നതാണ് സതീശന്റെ നിലപാട്. യുവജന പ്രാതിനിധ്യം ഉറപ്പാക്കാനും പുതുമുഖങ്ങളെ കളത്തിലിറക്കാനും CPM-ഉം ശ്രദ്ധിക്കുന്നുണ്ട്. SFIയുടെയും DYFIയുടെയും നേതൃനിരയും പ്രാദേശികമായി കഴിവ് തെളിയിച്ചവരും വിവിധ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇനി BJPയുടെ കാര്യത്തിലേക്ക് വരാം. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷം സീറ്റുകളിലും യുവാക്കളെയാകും BJPയും അണിനിരത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജെൻസി വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഓരോ ബൂത്ത് തലത്തിലും പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്താനാണ് മുന്നണികളുടെ നീക്കം. ഭരണവിരുദ്ധ വികാരം യുവ വോട്ടർമാർക്കിടയിൽ ഇല്ലെന്ന് പറയുമ്പോഴും അത് വായിച്ചെടുക്കാൻ LDFന് ഇതുവരെ സാധിച്ചിട്ടില്ല. നഗര കേന്ദ്രീകൃതമായ യുവ വോട്ടർമാരെയും പ്രൊഫഷണലുകളെയും ലക്ഷ്യം വെച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. പരമ്പരാഗത പ്രചാരണങ്ങൾക്ക് പകരമായി രാഷ്ട്രീയ ചർച്ചകൾക്കായി ജെൻസി വോട്ടർമാർ പ്രധാനമായും സമൂഹ മാധ്യമങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇത് മുൻനിർത്തി ഇൻസ്റ്റഗ്രാം റീലുകൾ, വീഡിയോകൾ എന്നിവയിലൂടെ യുവാക്കളിലേക്ക് നേരിട്ട് എത്താൻ മുന്നണികൾ സമൂഹ മാധ്യമ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞു. തൊഴിലില്ലായ്മ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ജെൻസി വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇക്കാരണങ്ങളിൽ കൃത്യമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്താകും UDF പ്രചാരണം നടത്തുക. എന്നാൽ യുവാക്കൾക്കായി നടപ്പാക്കിയ സർക്കാർ പദ്ധതികളാകും LDF നിരത്തുക. 2021 യുവാക്കൾക്ക് വാരിക്കോരി സീറ്റ് നൽകിയെങ്കിലും മിക്ക സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. മത്സരിച്ചവരിൽ ഭൂരിപക്ഷവും താഴെത്തട്ടുമായി ബന്ധമില്ലാത്തവരാണെന്ന ആക്ഷേപം അന്നും ഇന്നും ഉണ്ട്. അതിന് മാറ്റം വേണമെന്നതാണ് പാർട്ടി നിലപാട്. യുവജനങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നതിലൂടെ ഭരണവിരുദ്ധ തരംഗത്തിനു പുറമെ പുതിയൊരു വോട്ട് ബാങ്ക് കൂടി സൃഷ്ടിക്കാനാണ് മുന്നണി ലക്ഷ്യമിടുന്നത്. KSUവിന്റെ നേതൃത്വത്തിൽ ജെൻസി കണക്ട് എന്ന പരിപാടി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുമെന്നാണ് വിവരം. ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്രയിലൂടെ പരമാവധി യുവജന പ്രശ്നങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കാനും വോട്ട് ഉറപ്പാക്കാനുമാണ് UDF നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ 50%-ഓളം യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിൽ യുവ നേതാക്കളെ രംഗത്തിറക്കി വിജയിച്ച മാതൃക നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുടരാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ തലത്തിൽ വിജയിച്ച യുവജന പ്രതിനിധികളെ മുൻനിർത്തിയായിരിക്കും പ്രാദേശിക പ്രചാരണം. സമൂഹ മാധ്യമങ്ങൾ വഴി യുവാക്കളിലേക്ക് നേരിട്ടെത്താനുള്ള ഡിജിറ്റൽ പ്രചാരണത്തിന് UDF രൂപം നൽകി കഴിഞ്ഞു. സർക്കാരിന്റെ വീഴ്ചകളും യുവജന വിരുദ്ധ നയങ്ങളും ചർച്ചയാക്കുന്നതിനൊപ്പം UDFന്റെ വികസന കാഴ്ചപ്പാടുകളും ഇതിലൂടെ പങ്കുവയ്ക്കും. യുവാക്കളുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിനായി മിഷൻ 110 എന്ന കർമ്മ പദ്ധതിക്ക് കീഴിൽ LDF വിപുലമായ പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും പുതിയ തൊഴിൽക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്തുമാണ് മുന്നണി യുവജനങ്ങളിലേക്ക് എത്തുന്നത്. ഫെബ്രുവരിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന 3 മേഖലാ ജാഥകളിലൂടെ യുവാക്കളെ ആവേശഭരിതരാക്കി തെരഞ്ഞെടുപ്പ് ഗോതിയിൽ സജീവമാക്കാനാണ് LDFന്റെ ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ വികസനത്തിനോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനോ വേണ്ടി പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് നൽകുന്ന പുതിയ സ്കോളർഷിപ്പ് പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് പരമാവധി പ്രചാരണ വിഷയമാക്കും. യുവാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി വിപുലമായ പ്രചാരണ തന്ത്രങ്ങളാണ് BJPയും ആവിഷ്കരിച്ചിരിക്കുന്നത്. യുവ വോട്ടർമാരെ ആകർഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതികളാകും പാർട്ടി അവതരിപ്പിക്കുക. ഈ മാസം വികസിത അനന്തപുരി എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിനു വേണ്ടി പ്രധാനമന്ത്രി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് യുവാക്കൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഡിജിറ്റൽ പ്രചാരണങ്ങളും ഇൻസ്റ്റഗ്രാം റീലുകളും രാഷ്ട്രീയ സംവാദങ്ങളുടെ കേന്ദ്രസ്ഥാനം പിടിച്ചെടുക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട യുവജന പങ്കാളിത്തം നിയമസഭയിലും ആവർത്തിക്കും. മാറ്റത്തിന്റെ കാറ്റ് വിതച്ച് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടാൻ ഒരുങ്ങുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്.